ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. നമ്മൾ വേവ് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിന്, പിന്നെ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ പഠിച്ച് അതിന്റെ 2 പ്രോബ്ലംസും ചെയ്ത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇന്ന് കുറച്ച് ഹോംവർക്ക് വരും. വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് വരും. നമ്മളിപ്പം ചെയ്ത അതേ 2 മെത്തേഡിലത്തെ പ്രോബ്ലംസ് തന്നെയാണ് തരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇനി ഈ ഒരു ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച ആകുമ്പോഴേക്കും അത് എഴുതി സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, പിന്നെ ഹീറ്റ് ഇക്വേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് അങ്ങനെയുള്ള ഹീറ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന്. ഇത് നമ്മൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആ വേവ് ഇക്വേഷൻ ചെയ്തതുപോലെ തന്നെയാണ് ഇതുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാട്ടെ. സൊല്യൂഷൻ ഓഫ് എ ഹീറ്റ് ഇക്വേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഹീറ്റ് ഇക്വേഷന്റെ ആ ഒരു ഇക്വേഷൻ അങ്ങനെ നമ്മൾ എടുത്ത് എഴുതി കൊടുത്തു. നോക്കിയാ എന്താ എഴുതിയത്? ഇതാ, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അതിന് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വിചാരിച്ചു. നമ്മൾ സെപ്പറബിൾ മെത്തേഡ് ചെയ്യുന്നത് എന്താ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം സൊല്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. അത് നമ്മൾ ഏത് വെച്ചിട്ടാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ യു എന്ന് പറയുന്നത് എക്സിന്റെയും ടിന്റെയും പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ച് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ എക്സിന്റെയും ടിന്റെയും വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഹീറ്റ് ഇക്വേഷന്റെ ആ ഇക്വേഷൻ നോക്കിയാട്ടെ. നമുക്ക് എന്താ വേണ്ടത്, യൂന വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് 2 പ്രാവശ്യം റൈറ്റ് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ എടുത്ത എന്താ, എക്സ് യു എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ആദ്യം എന്ത് ചെയ്യും, യുന വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് യു ടി എന്ന് കൊടുക്കും. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ്. പിന്നെയോ യു എക്സ് എക്സ്, അതെന്താ എക്സ് ഡബിൾ ഡാഷ് ടി. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ അറിയുന്നില്ലേ. ഇങ്ങനെ യു ടിക്കും യു എക്സ് എക്സിനും നമുക്ക് വാല്യൂ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1ന്റെ അകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വന്ന് നോക്കിയാട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ഹീറ്റ് ഇക്വേഷൻ വി ഗെറ്റ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ടി ഡാഷ് വരും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നതോ സി സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ടിയും. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, ക്ലിയർ ആണല്ലേ. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുക, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി സെപ്പറബിൾ മെത്തേഡിന്റെ ആ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എക്സിനെ എക്സിന്റെ ഭാഗത്തേക്കും ടീനെ ടീന്റെ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നു. അതാ ഞാനിവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ അകത്ത് മാറ്റി എഴുതി. നോക്കിയാട്ടെ. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ടി ഡാഷ് ബൈ സി സ്ക്വയർ ടിയും. ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ മുകളിലത്തെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് സെപ്പറബിൾ ഫോം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, ഇനി അതൊരു കോൺസ്റ്റന്റിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഞാനെടുത്ത് കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പം എക്സ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ടി ഡാഷ് ബൈ സി സ്ക്വയർ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു കെ ആണെന്ന് എടുത്തു. എന്നിട്ടോ നമുക്ക് ഇനി ഇതിനകത്ത് 2 ഇക്വേഷൻ കണ്ടുപിടിക്കണം. 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഈ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സിനെ കെ കോഡ് ഇക്വേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു, ടി ഡാഷ് ബൈ സി സ്ക്വയർ ടീനെ നമ്മൾ കെനോട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ വരും. രണ്ടാമത്തത് ടി ഡാഷ് ബൈ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു കെ എന്ന് വന്നു. ഇനി നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഡാഷ് ഈക്വൽ ടു സം കെ എക്സ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ട് നോക്കിയട്ടെ. എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ എക്സ് എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമ്മളിതാ എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചു. അതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് അങ്ങ് കൊടുത്തു. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഇക്വേഷൻ 2 കിട്ടിയത് വരെ
ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ ഈക്വേറ്റ് ചെയ്ത ഈ ടേം ടി ഡാഷ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ ആയ സി സ്ക്വയർ ടീനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ടി ഡാഷ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ ടി എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ സി സ്ക്വയർ കെ ടി കിട്ടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് സി സ്ക്വയർ കെ ടീനെ ലെഫ്റ്റ് സൈഡിന്റെ അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇതാ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോം കിട്ടി. ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എന്താ കിട്ടിയേ, ടി ഡാഷ് മൈനസ് സി സ്ക്വയർ കെ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇക്വേഷൻ 2ഉം 3ഉം നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ 2ഉം 3ഉം കിട്ടിയാൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒന്ന് കമന്റ് ചെയ്തോട്ടെ നിങ്ങൾ. ഓക്കെ. അപ്പൊ ഇതിലായിരിക്കും കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായ വേവ് ഇക്വേഷൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ആ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ 3 കേസസ് ആയിട്ട് എടുക്കുക ചെയ്തത്. ഒന്ന് എന്ന് പറയുന്നത് എന്താ, കെ ഗ്രേറ്റ് ദാൻ 0. കെ ഗ്രേറ്റ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ കേക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ, പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. പിന്നെയോ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. പിന്നെയോ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ കിട്ടുക നോക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തു. അങ്ങനെ 3 കേസസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പൊ ഞാനിവിടെ അതേപോലെ തന്നെ 3 കേസസ് എടുക്കുക ചെയ്യുന്നത്. ഒന്നാമത് എന്താ എടുത്തേ, കെ ഗ്രേറ്റ് ദാൻ 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക, അതായത് കെ പോസിറ്റീവ് ആകുമ്പോൾ ഞാൻ അതിന് കെ എന്ന് പറഞ്ഞ ഒരു പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഇക്വേഷൻ 2 എന്തായേ, ആ കെക്ക് പകരം പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് കൊടുത്തപ്പം എക്സ് ഡബിൾ ഡാഷ് മൈനസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ എനിക്ക് എന്ത് കിട്ടി, ആ ഇക്വേഷൻ 2ന് കിട്ടി. നോക്കിയാട്ടെ അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഓക്സിലറി ഇക്വേഷൻ എഴുതുക. അതാണ് എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി എം കാണേണ്ടത്. എമ്മിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എം സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ എഴുതുക. ഈ പി സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എഴുതുക. അപ്പൊ അങ്ങനെ നമുക്ക് എം എന്ന് പറയുന്ന വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പൊ എം എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് പി ആയിട്ട് കിട്ടി. അപ്പൊ പ്ലസ് ഓർ മൈനസ് പി എന്താ, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, റിയൽ റൂട്ട്സുകളാണ്. അതിന്റെ ആ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം ടു എക്സ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഇനി ഞാൻ എന്ത് ചെയ്തു, ആ കിട്ടിയ എം വണ്ണിന്റെ എം ടുവും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു പി എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് പി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കിട്ടി. അതാണ് നമ്മളെ കെ ഗ്രേറ്റ് ദാൻ 0, അതായത് കെ ഈക്വൽ ടു പി സ്ക്വയർ ആകുമ്പോഴുള്ള എക്സ്. ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ 3 കൺസിഡർ ചെയ്യാൻ നോക്കിയാട്ടെ. ഇക്വേഷൻ 3 എന്താ പറയുന്നത്, ടി ഡാഷ് മൈനസ് സി സ്ക്വയർ കെ ടി ഈക്വൽ ടു 0. ഇവിടെയും കേക്ക് എന്ത് വാല്യൂ ഞാൻ കൊടുക്കേണ്ടത്, പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഞാൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത് നോക്കിയാട്ടെ നിങ്ങൾ. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ടി ഡാഷ് മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. അങ്ങനെയല്ലേ കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാട്ടെ നിങ്ങൾ, ടി ഡാഷ് മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഇതെന്താ, ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം അതിനൊരു ഇക്വേഷൻ ഉണ്ട് എന്നറിയാം. അങ്ങനെയുള്ള ആ ഇക്വേഷൻ എന്താ, സി റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഇവിടുത്തെ പി ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ആണ്. അത് ഞാൻ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നോക്കിയട്ടെ, അപ്പം സി റേസ് ടു മൈനസ് ഇന്റഗ്രൽ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഡി ടി എന്ന് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു എന്താ, ഇവിടുത്തെ ഈ മൈനസും കൂടി എന്താവും, പോസിറ്റീവ് ആകും. പിന്നെയോ സി റേസ് ടു പി സ്ക്വയർ സി സ്ക്വയർ, പിന്നെ ബാക്കി എന്താ ഉള്ളത്, ഇന്റഗ്രൽ 1 ഡി ടി. 1 ഡി ടി എന്ന് പറയുന്നത് ടി ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ടി എന്ന് പറയുന്നത് സി റേസ് ടു പി സ്ക്വയർ സി സ്ക്വയർ ടി എന്ന് പറയുന്ന ഒരു ഫോം കിട്ടി. അതാണ് ഞാൻ ഇവിടെ ടി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്, ഈ ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള പി എക്സും കിട്ടി ടിയും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, യു ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് പറയുന്നതാണ് നമ്മളെ സൊല്യൂഷൻ എന്നറിയാം. അപ്പൊ കിട്ടി എക്സിന്റെയും ടിന്റെയും വാല്യൂ ഞാൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടിയേ? ഇതാ നോക്കിയാൽ ഇക്വേഷൻ 4 c1 e raised to px പ്ലസ് c2 e raised to മൈനസ് പി എക്സ് ഇൻറ്റു സി ഇ റേസ് ടു പി സ്ക്വയർ സി സ്ക്വയർ ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇക്വേഷൻ കിട്ടി. അതാണ് നമ്മളെ കെ ഈക്വൽ ടു പി സ്ക്വയർ ആകുമ്പോഴില്ല ഈ ഒരു ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തോട്ടെ നിങ്ങൾ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായത്? രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പം കേക്ക് മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ കേക്ക് മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഏതിൻ്റെ അകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ? നമുക്ക് കിട്ടിയ മൂൾ ഭാഗത്ത് നോക്കട്ടെ, ഇക്വേഷൻ 2ന്റെ അകത്തും ഇക്വേഷൻ 3ന്റെ അകത്തുമാണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടുത്തെ ഈ കെ എന്ന് പറയുന്ന ഈ വാല്യൂവിന് മൈനസ് പി സ്ക്വയർ കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടുത്തെ കെ വാല്യൂന് മൈനസ് പി സ്ക്വയർ കൊടുക്കുക. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ എന്താവുക? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകും. ഈ 3 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താവും? ടി ഡാഷ് പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ഈക്വൽ ടു 0 ആകും. ഇനി നമ്മളത് ചെയ്തു നോക്കാം എങ്ങനെയാണ്. അപ്പൊ ആദ്യം ഞാൻ എക്സിന്റെ ആ ഒരു ഇക്വേഷന്റെ അകത്ത് മൈനസ് പി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് എഴുതാൻ പോകുന്നത്. നോക്കിയാട്ടെ, കെ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഞാൻ അങ്ങ് കൊടുത്തു. അപ്പം എക്സ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇതിന് അടുത്ത ആയിട്ട് എന്താ നമ്മൾ എഴുതേണ്ടത്? അതിന്റെ ഓക്സിലറി ഇക്വേഷൻ. അതാണ് എന്ത്? എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആദ്യം പി സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് എന്ത് കിട്ടും? എമ്മിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് പി ഐ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പം ഇതെന്താണ്? കോംപ്ലക്സ് ആണെന്ന് അറിയാം. കോംപ്ലക്സ് ആണെങ്കിൽ അതിനൊരു ജനറൽ ഫോം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പഠിച്ചതാണ്. അതാണെന്ത്? എച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ്. അപ്പൊ നമ്മളെ ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് എന്താ? എം എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് പി ഐ ആയതുകൊണ്ട് ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ. ഇപ്പൊ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. പിന്നെയോ ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ പി ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഈ ഇവിടെയുള്ള ബീറ്റക്കും അങ്ങ് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എനിക്കിത് താഴെ എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടി. ബി സൈൻ പി എക്സ് ഇതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ് എന്ന് എനിക്ക് കെ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ആകുമ്പോൾ കിട്ടി. ഇതുപോലെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ആ ടീന്റെ വാല്യൂവിൻ്റെ അകത്ത്, അതായത് ടീന്റെ ഇക്വേഷൻ്റെ അകത്ത് കെ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? നോക്കിയാട്ടെ നിങ്ങൾ. ടി ഡാഷ് പ്ലസ് പി സ്ക്വയർ ടി സ്ക്വയർ ടി ഡാഷ് പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇക്വേഷൻ കിട്ടും. ഇതും എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി വരാൻ കാരണം നമ്മളെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടീൻ്റെ അകത്ത് ഉള്ളതാണ്. ഇനി നമുക്ക് ഡി എക്സ് ആണെങ്കിൽ എക്സിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷനെ കിട്ടണമെങ്കിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് വെച്ചിട്ടായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പം പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് ഫോം മാറും. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കിപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ടീന്റെ ഫോമിൽ ഇക്വേഷനാണ് ഉള്ളത്. അപ്പൊ നമ്മളെ ഈ ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടി എന്ന് പറയുന്നത് സി ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഇവിടുത്തെ പി ഓഫ് ടി ഡി ടി എന്താ? നോക്കിയിട്ട് നിങ്ങൾ പോസിറ്റീവ് ആണ്. പി സ്ക്വയർ സി സ്ക്വയർ മാത്രമേ വരിക. അപ്പൊ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? സി ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി സ്ക്വയർ സി സ്ക്വയർ ഡി ടി എന്ന് കിട്ടി. അപ്പൊ അതാണ് എന്ത്? ടി എന്ന് പറയുന്ന വാല്യൂ. ടി ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ. ആ ടി എങ്ങനെയാ വന്നത്? ഈ പി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് മാത്രമേ വരൂ? 1 ഡി ടി എന്ന് പറയുന്ന ഫോമാ വരിക. 1 ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. അതുകൊണ്ടാണ് എനിക്ക് ടി ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതിൻ്റെ അകത്തെ ആ ടിയും എക്സും കണ്ടുപിടിച്ചത് ക്ലിയർ അല്ലേ? അങ്ങനെ ആ ടിയും എക്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? യു എന്ന് പറയുന്നത് എക്സ് ടി ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ എക്സിന്റെയും ടിന്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് കെ
ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ആകുമ്പോഴില്ലേ യുവും കിട്ടി. അതാണ് എൻ്റെ ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തട്ടെ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. ഇനി നമ്മൾ എന്താ പറയേണ്ടത്? കെ ഗ്രേറ്റർ ദാൻ സീറോയും കണ്ടുപിടിച്ച് കെ ലെസ് ദാൻ സീറോയും കണ്ടുപിടിച്ച് ഇനി നമുക്കൊരു കെ ഈക്വൽ ടു സീറോന്റെ ആ ഒരു കേസും കൂടി ചെക്ക് ചെയ്യാനുണ്ടല്ലേ? അതെങ്ങനെയാ ചെക്ക് ചെയ്യാൻ നോക്കിയാട്ടെ നിങ്ങൾ. കെ ഈക്വൽ ടു സീറോ, കെ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ടൂവിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വേഷൻ ടു എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു സീറോ ആയിരുന്നു. അവിടെ കെ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് എന്തേ കിട്ടും? ജസ്റ്റ് എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് കിട്ടും. ഈ എക്സ് ഡബിൾ ഡാഷ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. അതായത് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. അതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? എം ഇസ് ഈക്വൽ ടു സീറോ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആണ്, ഡബിൾ റൂട്ടും ആണ് അല്ലെ? ഈക്വൽ റൂട്ട്സുകളാണ്. ഈക്വൽ റൂട്ട്സിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇ റേസ് ടു എം എക്സ്. നമുക്ക് കിട്ടിയ ആ എമ്മിന്റെ വാല്യൂ ഇത് അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു സീറോ ഇൻറ്റു എക്സ് വരും. ഇ റേസ് ടു സീറോ ഇൻറ്റു എക്സ് വരും. ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഇക്വൽ കിട്ടി നമുക്ക്. ഇനി അതേപോലെ തന്നെ നമുക്ക് ടീന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടീന്റെ വാല്യൂ എങ്ങനെ കിട്ടുക? ടി ഇസ് ഈക്വൽ ടു ടി ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ എന്നല്ലേ വരിക. കാരണം എന്താ? ടി ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കെയുടെ വാല്യൂ സീറോ കൊടുക്കുമ്പോൾ എനിക്ക് എന്തേ കിട്ടും? ടി ഡാഷ് ഈക്വൽ ടു സീറോ. അതായത് ടീന്റെ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ എന്ന് പറയുന്നു. അതെന്താ അതിന്റെ മീനിങ്? ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റുകളെ മാത്രമല്ലേ നമ്മളെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആയി പോകുന്നുള്ളൂ അല്ലേ? ഇപ്പം 2ന്റെ ഡെറിവേറ്റീവ് എന്താ? സീറോ. 3ന്റെ ഡെറിവേറ്റീവ് സീറോ. അങ്ങനെ ഏതെല്ലാം നമ്മൾ കോൺസ്റ്റന്റ് എടുത്തിനോ അതിന്റെ എല്ലാം ഡെറിവേറ്റീവുകൾ സീറോ ആയി പോകും. അപ്പൊ അങ്ങനെ ഡെറിവേറ്റീവുകൾ സീറോ ആകുന്നത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആകുന്നത് ആരതാണ്? കോൺസ്റ്റന്റിനെയാണ്. അതിനാണ് ഞാൻ ഇവിടെ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് മറ്റേ നോട്ടേറ്റ് ചെയ്തത്. അപ്പൊ ഈ കേസിൽ ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂം കിട്ടി, ടിന്റെ വാല്യൂം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? യു ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ എക്സ് ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം യു ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ 6 കിട്ടി. അതായത് കെ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഹീറ്റ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിട്ടാണ് കിട്ടിയത്. ഇക്വേഷൻ 6 വരെ കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ക്ലിയർ ആണോ ഇല്ലയോ എന്ന്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ടെ. എപ്പോഴും കമന്റ് ചെയ്യുന്നവർ മാത്രമല്ല, ഈ ക്ലാസ്സിൽ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടിയല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. നമുക്കപ്പോൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ ഹീറ്റ് ഇക്വേഷൻ എന്താണെന്ന് എടുത്തെഴുതി. അതിനുശേഷം അതിന്റെ ഫോമിലേക്ക് നമ്മൾ സെപ്പറബിൾ ഫോം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ആ 2 ഇക്വേഷൻ്റെ അകത്തെ കെന്റെ വാല്യൂവിനെ നമ്മൾ കെ ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടും ലെസ് ദാൻ സീറോ ആയിട്ടും ഈക്വൽ ടു സീറോ ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് 3 ടൈപ്പ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വേവ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായത്. ഇനി അതിനുശേഷം നമ്മൾ എന്താ അവിടെ ചൂസ് ചെയ്തത്? വേവ് ഇക്വേഷന് ഒരു പീരിയോഡിക് നാച്ചർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ എന്തുണ്ട്? ഇവിടെയും നമുക്ക് അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേവ് ഇക്വേഷൻ നമുക്ക് ഹീറ്റ് ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. നോക്കിയാട്ടെ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇവിടെ സ്ക്രീനിൽ വായിച്ചു നോക്കിയാട്ടെ. Of these 3 solutions, we have to choose that solution which is consistent with the physical nature of the problem.
as we're dealing with the problem of heat conduction, it must be transient solution. That is, u is to decrease with the increasing of time t. അപ്പം എന്താ പറയുന്നത്, നമുക്ക് ഈ 3 ഇക്വേഷൻസിൻ്റെ അകത്തുനിന്നും ഒരു സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്തായിരിക്കണം, അത് ഫിസിക്കൽ നാച്ചുറലിന് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെയോ നമുക്കറിയാം ഒരു ഒരു പദാർത്ഥത്തിലേക്ക് കൂടി ഒരു ഹീറ്റ് കടത്തി വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആദ്യം നമ്മൾ ഹീറ്റ് കടത്തി വിടുമ്പം അതിന് ഹീറ്റ് എന്താ പറയാ ഒരു കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും, അതായത് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കൽ ഹീറ്റ് കൊടുക്കൽ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ടൈം ടീക്ക് അനുസരിച്ച് ഇത് സമയം കൂടുന്നതിനനുസരിച്ച് എന്തായി പോകുന്നത്, ആ ഹീറ്റ് ആ ചൂടെന്താവും കുറഞ്ഞു 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 വരും. അപ്പം അതും എന്താണ് ഒരു പീരിയോഡിക് മോഷനാണ്. അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യും, പിന്നെയോ ഹീറ്റ് കുറക്കുമ്പോൾ ഡിക്രീസ് ചെയ്യും, അങ്ങനെ അങ്ങനെ ടൈം ടീക്ക് അനുസരിച്ച്. അപ്പം ഇതിലും എന്തുണ്ട്, നമുക്ക് എന്തിൻ്റെ ഒരു ഫോം വേണം, ട്രിഗണോമെട്രിക് ആയിട്ടുള്ള ആ ഒരു സൈനിന്റെയും കോസിന്റെയും ടേം വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഹീറ്റ് ഇക്വേഷന്റെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടില്ല നമ്മളെ ഹീറ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ഇക്വേഷനായ u is equal to c1 cos px plus c2 sin px into e raised to minus c square p square t എന്ന് പറയുന്നത് നമ്മളെ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇതാണ് നമ്മളെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിന്. അത് വെച്ചിട്ടാണെന്ന് നമ്മൾ 2 പ്രോബ്ലംസും ചെയ്തു നോക്കിയത് അല്ലേ? അതുപോലെ തന്നെ ഇനി ഹീറ്റ് ഇക്വേഷന്റെ ഈ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എല്ലാം വരുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സൊല്യൂഷൻ എന്താണ് അങ്ങനെ കാണാണ്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളെ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നട്ടെ. ഇനി എന്തായാലും അടുത്തൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ഇപ്പൊ ഇല്ല, 1/4 മണിക്കൂർ കൊണ്ട് ഒന്നും എന്തായാലും ഒരു പ്രോബ്ലം തീരൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഈ മോഡ്യൂൾ റീകോൾ ചെയ്യാം. ഇനി 2-3 ക്വസ്റ്റ്യൻസ് ഹീറ്റ് ഇക്വേഷൻ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ മോഡ്യൂൾ നമുക്ക് എന്ത് വേണം, ഒരു യൂണിറ്റ് ടെസ്റ്റ് കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് അസൈൻമെന്റിന് പകരം യൂണിറ്റ് ടെസ്റ്റ് തരാമെന്ന് വിചാരിക്കുന്നത്. ഇതിനകത്ത് അത്രക്കാരും പ്രോബ്ലംസ് ഒന്നും വരാൻ സാധ്യതയില്ല. വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇങ്ങനത്തെയാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഹോംവർക്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്താൽ ആ ഹോംവർക്ക് നിങ്ങൾ ഞായറാഴ്ച ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് എക്സാം അടുത്ത് തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യണം. എന്തായാലും ഹോംവർക്കും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക എവിടെയെല്ലാം കൺഫ്യൂഷൻസ്, എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് വരിക എന്നെല്ലാം അതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ ഹോംവർക്ക് എല്ലാം ചെയ്തതിന് ശേഷം, അതായത് ഈ ഞായറാഴ്ചക്കുള്ളിൽ ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ അതായത് തിങ്കൾ തൊട്ട് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം. നിങ്ങൾ തന്നെ ഒരു ടൈം പറഞ്ഞു തന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ടുള്ള സമയം നോക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. ഏതെങ്കിലും നമ്മൾ ഇപ്പം ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു 8 to 9:30 ആ ഒരു സമയത്തേക്ക് നമുക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ. നിങ്ങളെ സജഷൻസ് ഒന്ന് പറയുന്നുണ്ട് പറഞ്ഞോ. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം വേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾക്കിപ്പം പറയാനുണ്ട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സമ്മതമാണല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ, നമ്മൾ ഇത്രയും ക്ലാസ്സുകളായിട്ട് എടുത്തത് ആരാ വില്ലിംഗ് ആയിട്ടൊന്ന് പറയാൻ മുന്നോട്ട് വരാം. ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തോട്ടെ. ആരാ വരുന്നേ? ആരാ പറഞ്ഞുതരാം? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? നിങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ എനിക്ക് കുറച്ചെങ്കിലും തെറ്റിപ്പോകുന്നതൊന്നും വിഷയമല്ല നമുക്ക്. ആരാ പറഞ്ഞിരുന്നേ? ജസ്റ്റ് ഒരു എന്താ പറയുക ഔട്ട്ലൈൻ മാത്രം പറഞ്ഞാൽ മതി.
അല്ലേ വേണ്ട, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് പറഞ്ഞാട്ടെ ആരെങ്കിലും, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട്. നമ്മളെ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചത് ആരാ, ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അനുഷ്ക പറഞ്ഞാട്ടെ. ഹലോ മിസ്സേ. ആ പറഞ്ഞോ, പേടിക്കണ്ട, തെറ്റിപ്പോയതിന് കുഴപ്പമൊന്നുമില്ലേ. ആ ഇന്നത്തെ ക്ലാസ് അങ്ങനെ നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി, എന്നല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന്. ഞാൻ സഹായിക്കാം, കുഴപ്പമൊന്നുമില്ല, പറ. നല്ല പറഞ്ഞത്. ഓ PPT കാണണം. PPT കാണണ? ആ PPT കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, പറഞ്ഞോ. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം മതി, ഇങ്ങനെ എന്താ പറയാ, അതിന്റെ സ്റ്റെപ്സ് ഒന്നും പറയണ്ട, നമ്മൾ എങ്ങനെയാ ആ ഒരു വഴി പറഞ്ഞു തന്നാൽ മതി. ആദ്യം നമ്മള് ഹീറ്റ് ഇക്വേഷന്റെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടാ, ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ആ ഇനി പറഞ്ഞോ. ∂u/∂t = c²∂u/∂x² ആണ് ഹീറ്റ് ഇക്വേഷന്റെ ഫോം. അപ്പോ നമ്മള് u(x t) എന്ന് പറയുന്നത് x(x) × t(t) ആണ്. എന്നിട്ട് നമ്മള് u =xt എന്ന് കൊടുക്കുക. എന്നിട്ട് ut ∂u/∂t എന്ന് പറയുന്നത് ut യും ∂u/∂x² എന്ന് പറയുന്നത് uxx ആണ്. അപ്പൊ നമ്മളതിനെ സെപ്പറബിൾ ഫോമിന്റെ ഇതാക്കിയിട്ട് മാറ്റി എഴുതി. എന്നിട്ട് അതിന് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കും. കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് അതിന് ആദ്യം നമ്മള് പിന്നെ കേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് ആ കേക്ക് 3 കേസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കൊടുത്തിട്ട്, പിന്നെയോ ആദ്യം k = p² എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ പിന്നെ അത് കേക്ക് പിന്നെ നെഗറ്റീവ് കൊടുത്തു. അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള ഓരോന്നിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ജനറൽ സൊല്യൂഷൻസ് കിട്ടുന്നത്. എന്നിട്ടോ അങ്ങനെ 3 ടൈപ്പ് ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂ എഴുതുക. എക്സിന്റെ വാല്യൂ എല്ലാം കിട്ടി. അങ്ങനെ നമുക്ക് 3 സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെന്താ ചെയ്തത്, നമ്മൾ k എന്ന് പറഞ്ഞത് >0 ആകുമ്പോഴുള്ള u കണ്ടുപിടിച്ച്, <0 ആകുമ്പോഴുള്ള u കണ്ടുപിടിച്ച്, =0 ആകുമ്പോഴുള്ള u കണ്ടുപിടിച്ച്. എന്നിട്ടോ അതിൻ്റെ അകത്തുനിന്ന് 3 എണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്തത്, ലാസ്റ്റ് എന്താ പറഞ്ഞത് നോക്കിയാട്ടെ. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ഒരു ഹീറ്റ് ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു സ്യൂട്ടബിൾ ആയിട്ടില്ല ഒരു സൊല്യൂഷൻ തിരഞ്ഞെടുത്ത്, അല്ലേ? ഓക്കെ. അപ്പം നിഷ്കയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇനി ബാക്കി ആരെങ്കിലും പറയുന്നുണ്ടോ? ആരാ പറയുന്നത്? എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സസിൻ്റെ അകത്ത്, രാവിലത്തെ ആയാലും ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സിലായാലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാം എപ്പോഴാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം എപ്പോഴാണ് വേണ്ടതെന്ന്. എന്തായാലും ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പോരെ എക്സാം? ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന് മുന്നേ വേണമെന്നാ ഗൂഗിൾ പറഞ്ഞത്.
എക്സാം എന്തായാലും കണ്ടക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ അസസ് ചെയ്യണ്ടേ, നമുക്ക് അസസ്മെന്റിന്റെ ഭാഗമല്ലേ അത്. എന്തായാലും എക്സാം എന്തായാലും നടത്തും. അത് നിങ്ങൾക്ക് ആകെ ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മതിയോ, അല്ലെങ്കിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന് മുന്നേ വേണോ? നിങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടൊന്ന് പറയട്ടെ, എപ്പോഴാണ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞോ. പിന്നെന്താ, ഇനിയിപ്പം 10 മിനിറ്റാ, 8 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, ഹോംവർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, അപ്പം 8 മിനിറ്റിനെ കൊണ്ട് എന്തായാലും നമ്മളെ അടുത്തൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ശരിയാവില്ല. നമുക്ക് അതിനെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.